ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സെക്ഷൻ നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ ചാപ്റ്ററിന്റെ പേരെന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളണം. രണ്ടാമത്തെ പാർട്ടാണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് ഞാൻ അന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്റർ രണ്ട് സെക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. ഒരു സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും രണ്ടാമത്തെ സെക്ഷൻ എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ് പീരിയോഡിക് പ്രോപ്പർട്ടി. എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പീരിയോഡിക് ടേബിൾസിൽ എലമെന്റ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെന്റ്സുകളെ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ എലമെന്റ്സുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ എലമെന്റ്സുകൾക്കും ഓരോ പ്രോപ്പർട്ടീസ് ആണ്. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ പ്രോപ്പർട്ടീസിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനൊരു ലിഥിയം എന്ന് പറയുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല ആരുടെ പ്രോപ്പർട്ടി? ബെർലിയം എന്ന് പറയുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഓരോ എലമെന്റ്സുകൾക്കും ഓരോ പ്രോപ്പർട്ടീസുകളാണ് കാണിക്കുന്നത്, ഓർത്ത് വെക്കുക. പക്ഷേ ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം ഈ പ്രോപ്പർട്ടീസുകൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. എല്ലാ സമയങ്ങളും ഈ പ്രോപ്പർട്ടി ഇങ്ങനെ കാണിക്കത്തില്ല. ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം ഈ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ, അത് കഴിഞ്ഞാൽ സോഡിയം. അപ്പൊ ലിഥിയവും സോഡിയവും എന്ത് കാണിക്കുന്നു? ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം എലമെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ? എലമെന്റ്സുകള് ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം, ഓർക്കുക, ഒരു റെഗുലർ ഇന്റർവെലിന് ശേഷം ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിന്റെ പേരാണ് പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. ആ പീരിയോഡിസിറ്റി മെഷർ ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രോസസ്സാണ് അറ്റോമിക് റേഡിയസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ന് നമുക്ക് പറയാം. അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ്. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും ഇതെന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും ഏതാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയും. ഇതൊരു ആറ്റമാണ്. ആറ്റത്തിന്റെ എവിടെ നിന്നാണ്? ന്യൂക്ലിയസിന്റെ സെന്റർ പാർട്ടിൽ നിന്നും എവിടേക്കുള്ള? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് റേഡിയസ് എന്ന് പറയും. പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് റേഡിയസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയും ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യാനുള്ളത്, ഇത് സിംഗിൾ സ്റ്റേറ്റിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽറ്റി ആയതുകൊണ്ട് അറ്റോമിക് റേഡിയസ് എപ്പോഴും കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. അപ്പൊ അറ്റോമിക് റേഡിയസ് എന്താണ്? സിംഗിൾ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിറ്റർമിൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും എന്താണ്? അതൊരു കമ്പൈൻഡ് സ്റ്റേറ്റിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസിനെ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മെഷർ ചെയ്ത് ഇളക്കും. ഓക്കെ, അപ്പൊ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വരച്ചു. ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും എവിടേക്കുള്ള? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ്, ഈ പാർട്ടിൽ നിന്നും ഈ ഷെല്ലിലേക്കുള്ള ഇത്രയും അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? എന്താണ്? ടോപ്പ് ടു ബോട്ടം അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയും ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സംശയമില്ലല്ലോ. ഓക്കെ,
ഇനി അറ്റോമിക് റേഡിയസിനെ നമ്മൾ മെഷർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാൻ 3 പ്രോസസ്സുകളാണ് ഉള്ളത്. അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസിനെ കുറിച്ച് പറഞ്ഞു. അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രോസസ്സിന് പറയുന്ന പേരാണ് കോവാലന്റ് റേഡിയസ് എന്നാണ് പറയുന്നത്. കോവാലന്റ് റേഡിയസ്. ഓക്കെ, അപ്പോ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക. രണ്ട് നോൺ മെറ്റൽ ആറ്റംസ് ഞാൻ കൺസിഡർ ചെയ്യാം. ഇത് 2 നോൺ മെറ്റൽ ആറ്റംസ് ആണ്. ഈ 2 നോൺ മെറ്റൽ ആറ്റത്തിന്റെ ഇതൊരു സെൻട്രൽ പാർട്ട്, ഈ ഒരു ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ട്. ഈ 2 സെൻട്രൽ പാർട്ടുകളും തമ്മിൽ ഞാൻ ഒരു ലൈൻ കൊണ്ട് ഞാൻ ബന്ധിപ്പിക്കുകയാണ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ കോവാലന്റ് റേഡിയസ് പറയാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് എന്താണ്? 2 നോൺ മെറ്റൽസ്. ഓർക്കുക, 2 നോൺ മെറ്റലുകൾ എടുക്കുകയാണ്. 2 നോൺ മെറ്റലുകളുടെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഞാൻ ഇവിടെ ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the half of the internuclear distance between 2 non-metal atom. മനസ്സിലായ? അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 നോൺ മെറ്റൽ ആറ്റംസ് വരച്ചു. ഇതും ഏത് സ്റ്റേറ്റിലാണ് കാണുന്നത്? കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഏതാണ്? സിംഗിൾ സ്റ്റേറ്റിൽ കാണത്തില്ല. ഏത് സ്റ്റേറ്റിലാണ്? കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്താണ് എടുത്തത്? 2 നോൺ മെറ്റൽ ആറ്റംസ് എടുത്ത് ഈ 2 നോൺ മെറ്റൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് ഞാൻ ഒരു ലൈൻ വരച്ചു. അതിന് പറയുന്ന പേരെന്താണ്? ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ internuclear distance between 2 non-metal atoms are known as covalent radius. അപ്പോൾ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ the half of the internuclear distance between 2 non-metal atoms. ഓക്കെ, ഇത് നമുക്കിതിന്റെ കോവാലന്റ് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ലോറിൻ ആറ്റം എന്നിരിക്കുക. ഇതൊരു ക്ലോറിൻ ആറ്റം. ഇത് 2 ക്ലോറിൻ ആറ്റം, 2 നോൺ മെറ്റൽസ് ആണ്. ഈ 2 ക്ലോറിൻ ആറ്റത്തിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് 179 പൈക്കോമീറ്റർ ആണെന്ന് വിചാരിക്കും. 179. 2 ക്ലോറിൻ ആറ്റത്തിന്റെ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എത്രയാണ്? 179 പൈക്കോമീറ്റർ ആണെങ്കിൽ ഇതിന്റെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 179 ഡിവൈഡഡ് ബൈ 2. എത്രയാണോ ആൻസർ കിട്ടുന്നത് അത് ഡിവൈഡ് ചെയ്ത് എടുക്കും. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പം അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രോസസ്സാണ് എന്ന് പറയുന്നത് കോവാലന്റ് റേഡിയസ് എന്ന് പറയും. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താണ് എടുത്തത്? 2 നോൺ മെറ്റൽ ആറ്റംസ് എടുത്തത്. ഈ 2 നോൺ മെറ്റൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് ഞാൻ ഒരു ലൈൻ വരച്ചു. ഇതിന് പറയുന്ന പേര് എന്താണ്? ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേര് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ്. ഇതെന്താണ്? ഇനി ഞാൻ ഡോട്ടഡ് ലൈൻസ് വരച്ചു. ഇതെന്താണ്? ഇതിന്റെ ഹാഫ് സൈഡ് എന്നാണ്, അല്ലെ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് എന്തെന്ന് പറയുന്നത്? കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഇത് ഏത് സ്റ്റേറ്റിലേ കാണുള്ളൂ? ഇത് കമ്പൈൻഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ എങ്ങനെ കോവാലന്റ് റേഡിയസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദ ഹാഫ് ഓഫ് ദ internuclear distance between 2 non-metal atoms are known as covalent radius. എങ്ങനെയാണ് കോവാലന്റ് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ക്ലോറിൻ എന്ന് വിചാരിക്കുക. ഈ 2 ക്ലോറിന്റെയും ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് 179 പൈക്കോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കുക? 179 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രോസസ്സാണ് എന്ന് പറയുന്നത് കോവാലന്റ് റേഡിയസ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. അതിന് പറയുന്ന പേര് മെറ്റാലിക് റേഡിയസ് എന്നാണ്. എന്താണ് പറയുന്ന പേര്? മെറ്റാലിക് റേഡിയസ്. ഓക്കെ,
നമ്മൾ കോവാലന്റ് റേഡിയസ് പഠിച്ചതുപോലെ തന്നെ നമ്മൾ മെറ്റാലിക് കോവാലന്റ് റേഡിയസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മെറ്റാലിക് റേഡിയസും നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ എന്താണ് മെറ്റാലിക് റേഡിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തിന് നമ്മൾ നോൺ മെറ്റൽ ആറ്റംസ് ആണ് എടുത്തത്. ഇവിടെ എന്താണ് എടുക്കുന്ന രണ്ട് മെറ്റൽ ആറ്റത്തിന്റെ എന്ത് ചെയ്യുന്നു, രണ്ട് മെറ്റൽ ആറ്റം എടുത്തിട്ട് അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വര വരയ്ക്കുന്നു. അതിന് പറയുന്ന പേരെന്താണ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അപ്പൊ വ്യത്യാസം എന്താണ്, ആദ്യത്തിൽ നമ്മൾ നോൺ മെറ്റൽ എടുത്തെങ്കിൽ ഇവിടെ എന്തെടുക്കുന്നു, രണ്ട് മെറ്റൽ ആറ്റംസ് എടുക്കുന്നു. അപ്പൊ രണ്ട് മെറ്റൽ ആറ്റംസ് എടുത്തിട്ട് അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. അതിന് പറയുന്ന പേരെന്താണ്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ആ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് എന്തെന്ന് പറയുന്നത്, മെറ്റാലിക് റേഡിയസ് എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ദ ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു മെറ്റൽ ആറ്റം. നേരത്തെ ആണെങ്കിൽ എന്താണ്, നോൺ മെറ്റൽ ആറ്റം ആയിരുന്നു, ഇവിടെ എന്താണ്, മെറ്റൽ ആറ്റം എന്നാണ് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ മെറ്റാലിക് റേഡിയസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോപ്പർ രണ്ട് മെറ്റലുകളാണ്. ഈ രണ്ട് മെറ്റലിന്റെയും എന്താണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് 269 പൈക്കോമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ കോവാലന്റ് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും, 269 ഡിവൈഡഡ് ബൈ 2 എത്രയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് അതിന്റെ ആൻസർ, അതാണ് അതിന്റെ മെറ്റാലിക് റേഡിയസ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പം നമ്മള് പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ ആദ്യം പറഞ്ഞ ടേമാണ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. എവിടെ നിന്നാണ്, ഒരു ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്നും എവിടേക്കാണ്, ഷെല്ലിലേക്കുള്ള ദൂരമാണ് അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസിനെ മെഷർ ചെയ്യാൻ 3 പ്രോസസ്സുകളാണുള്ളത്. ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതാ, കോവാലന്റ് റേഡിയസ്. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, രണ്ട് നോൺ മെറ്റൽ ആറ്റം എടുത്തിട്ട് അതിന്റെ ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. രണ്ടിന്റെയും ന്യൂക്ലിയസിന്റെ സെന്ററിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുന്നു. അതിന് പറയുന്ന പേര് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് എന്തെന്ന് പറയുന്നത്, കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അതിനിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് സിംഗിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ഓർക്കുക, ഏത് ബോണ്ടായിരിക്കും, സിംഗിൾ കോവാലന്റ് ബോണ്ട് ആയിരിക്കും കോവാലന്റ് റേഡിയസിനകത്ത് കാണപ്പെടുന്ന ബോണ്ട്. ഓക്കെ, അടുത്ത കോവാലന്റ് റേഡിയസ് പഠിച്ചാൽ നമുക്ക് ഏത് പഠിക്കാൻ എളുപ്പമാണ്, മെറ്റാലിക് റേഡിയസും പഠിക്കാൻ എളുപ്പമാണ്. ആ മെറ്റാലിക് റേഡിയസിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്, രണ്ട് മെറ്റൽസുകളാണ് എടുക്കുന്നത്. രണ്ട് മെറ്റലുകളുടെയും എന്താണ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനിന്റെ പേര് മറക്കരുത്, ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റാലിക് റേഡിയസ് എന്ന് പറയുന്നത്. രണ്ടിന്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്താണ്, കോവാലന്റ് റേഡിയസിൽ ക്ലോറിന്റെ എന്താണ് കോവാലന്റ് റേഡിയസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ മെറ്റാലിക് റേഡിയസിൽ കോപ്പറിന്റെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സംശയമില്ലല്ലോ. ഇനി ഒരു റേഡിയസും കൂടിയുണ്ട്, അതിന്റെ പേര് വാണ്ടർ വാൾസ് റേഡിയസ് എന്നാണ്. എന്താണ് പറയുന്ന പേര്, വാണ്ടർ വാൾസ് റേഡിയസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ നന്നായി നോക്കുക. അപ്പൊ 3 അറ്റോമിക് റേഡിയസ് ആണുള്ളത്, 2 എണ്ണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഏതൊക്കെയാണ്, കോവാലന്റും മെറ്റാലിക് റേഡിയസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തത് പറയാം. അതിന് പറയുന്ന പേര് ഞാൻ ഇപ്പോഴേ പറയാം, വാണ്ടർ വാൾസ് റേഡിയസ് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.